വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാളെ 7ാം ക്ലാസ്സുകാർക്ക് ദുറൂസുൽ ഇഹ്സാൻ്റെ എക്സാം നടക്കും. 2024-25 അധ്യയന വർഷത്തെ ഒരു അർദ്ധവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചർച്ചക്കെടുത്തിട്ടുള്ളത്. യോജിച്ചവ ചേർക്കാം. ബി ഗൈരി ഹിസാബ് ഫ ഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്. സ്വഹാബാക്കൾ മഹാപാപമാണ്, ഒന്നും സൃഷ്ടിയല്ല. ഖതഅതി ഖതഅതുഹു നബിചര്യ. ഒന്നാമത്തിൻ്റെ ആൻസർ കുടുംബബന്ധം മുറിക്കൽ മഹാപാപമാണ്. കുടുംബബന്ധം മുറിക്കൽ മഹാപാപമാണ്. മൻ വസലക്കി വസൽത്തുഹു വമൻ ഖതഅതി ഖതഅതുഹു. ആരെങ്കിലും എന്നെ ചേർത്ത് കഴിഞ്ഞാൽ അവനെ ഞാനും ചേർക്കുമെന്ന് പറഞ്ഞില്ലേ. ഇന്നമാ യുവഫസ് സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമിക്കുന്നവർക്ക് അങ്ങേയറ്റത്തെ കണക്കില്ലാത്ത പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞില്ലേ. വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹിൻ്റെ ഷിആറുകളെ മുറുകെ പിടിക്കുന്നത് തഖ്വയുടെ ഭാഗമാണെന്ന് പഠിച്ചില്ലേ. നബിയിൽ നിന്ന് ദീൻ പഠിച്ചവരാണ് ആര്? സ്വഹാബാക്കൾ. അടുത്തത് പൂരിപ്പിക്കാനാണ്. അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ. മുജ്തഹിദുകളായ പണ്ഡിതന്മാർ ഖുർആനിലെയും ഹദീസുകളിലെയും നിയമങ്ങൾ ക്രോഡീകരിച്ചു. ആദരിക്കപ്പെടേണ്ടവയിൽ ഏറെ പ്രധാനമായതാണ് വിശുദ്ധ ഖുർആൻ. 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാവാണ് ലൈലത്തുൽ ഖദ്ർ. ഇൽമിൻ്റെ മജ്ലിസും സ്വർഗവും തോപ്പിൽപ്പെട്ടതാണ്. ഇൽമിൻ്റെ മജ്ലിസും സ്വർഗ തോപ്പിൽപ്പെട്ടതാണ്. ശ്രദ്ധിക്കണം. മൂന്നാമത്തത് 2 വീതം എഴുതാം. ഖൈറിൻ്റെ വഴികൾ. പ്രസന്നമായ മുഖത്തോടെ തൻ്റെ സഹോദരനെ കാണുക. 2 ആൾക്കിടയിൽ നീതി ചെയ്യുക. ഒരാളെ വാഹനത്തിൽ കയറാൻ സഹായിക്കുക. ഇനി ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ വേണമെങ്കിൽ പേജ് നമ്പർ 18 അതിൽ 2 എഴുതിയാൽ മതി. ശരീരം ഇഷ്ടപ്പെടാത്തവ. അള്ളാഹുവിന് വഴിപ്പെടുക, തെറ്റുകളിൽ നിന്നും അകന്നു നിൽക്കുക. അതൊന്നും ശരീരം ഇഷ്ടപ്പെടുന്നതല്ല. 2 കാര്യം. 3 കുടുംബബന്ധം പുലർത്തുന്ന കാര്യങ്ങൾ. ബന്ധുക്കളെ സന്ദർശിക്കുക, സുഖവിവരങ്ങൾ അന്വേഷിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ബാക്കിയുള്ളത് പേജ് നമ്പർ 22. 4 അയൽപക്ക ബന്ധത്തിലെ ചില കാര്യങ്ങൾ. അവരെ സന്ദർശിക്കണം, വിവരങ്ങൾ അന്വേഷിക്കണം, ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേരണം. 4 ഉത്തരം എഴുതാം. 2 പ്രതിഫലമുള്ള സ്വതക്ക ഏതാണ്? കുടുംബ ബന്ധത്തിൽപ്പെട്ടവർക്ക് നൽകുന്ന സ്വതക്ക. കുടുംബം ചേർത്ത് കൂലിയും കൂടി കിട്ടുമല്ലോ. 2 ക്ഷമ ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്? അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും സ്വഭാവത്തിൽപ്പെട്ടതാണ് ക്ഷമ എന്ന് പറയുന്നത്. നമുക്കൊന്നുമില്ലാത്ത സംഗതിയാണ് ക്ഷമ എന്നുള്ളത്. 3 മസ്ജിദുൽ അഖ്സയിൽ വെച്ചുള്ള നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത എന്താണ്? 1000 നിസ്കാരങ്ങളുടെ പ്രതിഫലം അതിന് ലഭിക്കുന്നതാണ്. 4 അറഫാ ദിന നോമ്പിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്ത്? കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ 2 കൊല്ലത്തെ ദോഷങ്ങൾ പൊറുപ്പി. 5 ഭക്ഷണം കഴിച്ചാൽ നബി ചര്യയിൽപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? വിരലുകൾ ഊമ്പലും പാത്രം തുടച്ച് കഴിക്കലും താഴെ വീണ ഭക്ഷണം എടുത്ത് അഴുക്ക് നീക്കി കഴിക്കലും അതിൽപ്പെട്ടതാണ്. 5 വ്യക്തമാക്കാം. 1 ക്ഷമ. ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുടെ മേലിൽ അതിനെ ബന്ധനം ചെയ്യലാണ് ക്ഷമ എന്ന് പറയുന്നത്. 2 4 മദ്ഹബുകൾ. ഹനഫി, മാലിക്കി, ഷാഫിഈ, ഹംബലി. 3 വിശ്വാസപരമായ 2 ത്വരീഖത്തുകൾ. അശ്അരി, മാതുരീദി. സ്വാലിഹുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? കളങ്കമില്ലാത്ത ഹൃദയവും നന്മ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് ആര്? സ്വാലിഹുകൾ എന്ന് പറയും. അവസാനത്തത് 6 പൂരിപ്പിക്കാം. 1 തറക്തു ഫീക്കും ഡാഷ് ലൻ തുളില്ലു ബിഹിമ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. തറക്തു ഫീക്കും അംറൈനി. നിങ്ങളിൽ ഞാൻ 2 കാര്യങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ലം തുളില്ലു മാ തമസ്സക്തും ബിഹിമ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. ലൻ തുളില്ലു മാ തമസ്സക്തും. അതിനെ മുറുകെ പിടിക്കുന്ന ആളുകൾ പരാജിതരാകൂല, വഴികേടിലാവൂല. ബിഹിമ ആ 2 കാര്യങ്ങൾ കൊണ്ട്. കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. 1 കിതാബുല്ലാഹ്,
അള്ളാഹിൻ്റെ കിതാബായ ഖുർആനാണ്, സുന്നത്ത് റസൂലിഹി, ഒന്ന് നബിയുടെ ചര്യയുമാണെന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എഴുതാനിരിക്കുന്ന എല്ലാ പരീക്ഷകളും വിജയിപ്പിച്ച് തരട്ടെ. വീഡിയോ ഇടുന്നത് ഉത്തരങ്ങൾ സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഉപകാരമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഇൻഷാ അള്ളാഹ് ഉപകരിക്കുമെന്നുണ്ടെങ്കിൽ തുടർന്നും നമുക്ക് ഇതുപോലെ മറ്റു വീഡിയോസുകളൊക്കെ ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഖൈറാത്തുകളും